ഇതിനായിട്ടും നിത്യനായിട്ടുമാകുന്നു വ്യാധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും യഹോവയാകുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണതിനെ നോക്കി കാത്തിരിക്കുന്നു. ഏത് സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നേതൃക്കൈ തുറന്നേരിയുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് വരുത്തുന്നു. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവർത്തികളിലും ദയാലുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന അവരെ പരിപാലിക്കുന്നു. എന്നാൽ സകലന്മാരെയും അവൻ നശിപ്പിക്കും. യഹോവയുടെ സ്തുതിയെ പ്രസിദ്ധമാക്കും. സകല ദൃഢവും തന്റെ നാമത്തെ തന്നെ വാഴ്ത്തട്ടെ. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാൻ ഒരു കാലം, കരവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാക്കുവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലവുമുണ്ട്. പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ട് അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിയില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏത് മനുഷ്യനും തിന്നു കുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനം ആവുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നില്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. നിൻ
നാശമാർഗമായി തന്റെ വരവൊന്നു മാത്രമെന്റെ വേണ്ട വേണ്ട ലോക ഇമ്പമായുഷ്കാലമൊക്കവേ തന്റെ വരവൊന്നു മാത്രമെന്റെ എന്നോ നിമേലെ വന്നിടുമോ വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാളോടണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി നക്ഷത്രങ്ങൾ പോലെ ലോകെ ശോഭിച്ചോരിൽ ചിലരെ പാടുന്നില്ല ഞാനീ ലോകെ ശുദ്ധകൂട്ടത്തിൽ നക്ഷത്രങ്ങൾ പോലെ ലോകെ ശോഭിച്ചോരിൽ ചിലരെ പാടുന്നില്ല ഞാനീ ലോകെ ശുദ്ധകൂട്ടത്തിൽ എന്നോ നിമേലെ വന്നിടുമോ വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാനോടണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി പ്രത്യാശയോടെ വീടം വിട്ടകരെ നാടെത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു പ്രത്യാശയോടെ വീടം വിട്ടകരെ നാടെത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു എന്നോ നിമേലെ വന്നിടുമോ വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാനോടണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി മായ ലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം ജീവിച്ചപ്പെടാതെ ചേർത്തിടേണമേ മായ ലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം ജീവിച്ചപ്പെടാതെ ചേർത്തിടേണമേ എന്നോ നിമേലെ വന്നിടുമോ വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാനോടണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി കഷ്ടതകളേറിടുന്നേ അപ്പനെ കൈ താങ്ങുക എപ്പോഴും എന്നാശ നിന്നോടൊത്തു വാഴുവാൻ കഷ്ടതകളേറിടുന്നേ അപ്പനെ കൈ താങ്ങുക എപ്പോഴും എന്നാശ നിന്നോടൊത്തു വാഴുവാൻ എന്നോ നിമേലെ വന്നിടുമോ വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാനോടണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി ലക്ഷോ ലക്ഷം ദൂതന്മാരോടൊത്തൻ പ്രിയൻ വാനത്തിൽ വന്നിടും സുദിനം കാണുവാൻ കാത്തിടുന്നു ഞാൻ ലക്ഷോ ലക്ഷം ദൂതന്മാരോടൊത്തൻ പ്രിയൻ വാനത്തിൽ വന്നിടും സുദിനം കാണുവാൻ കാത്തിടുന്നു ഞാൻ എന്നോ നിമേലെ വന്നിടുമോ വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാനോടണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി
എൻ്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ജ്ഞാനിയായിരിക്കുമോ പോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴെ പ്രയത്നിച്ചതും ഞാനും വിളവിച്ചതുമായ സകല പ്രയത്നഫലത്തിന്മേലും അവൻ അധികാരം പ്രാപിക്കും. അറിവോടും സാമർഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നു. എങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുത്തനെ അവനതിനെ അവകാശമായി വെച്ചേക്കേണ്ടി വരുന്നു. അതും മായയും വലിയ തിന്മയും അത്രേ. സൂര്യന് കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയപരിശ്രമം കൊണ്ടും മനുഷ്യന് എന്ത് ഫലം? അവരുടെ നാടുകളൊക്കെയും ദുഃഖകരവും അവൻ്റെ കഷ്ടപ്പാട് രസകരവുമല്ലോ. രാത്രിയിലും അവൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. അതും മായത്രേ. ഇന്ന് കുടിച്ച് തന്നെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് യാതൊരു നന്മയുമില്ല. അതും ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കുമെന്ന് ആർ അനുഭവിക്കും?